അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന സ്തുതി പാടിട മനവീണകൾ മീട്ടി പാടിട മമനാഥന സ്തുതി പാടിട മനവീണകൾ മീട്ടി പാടിട ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിൽ എത്തി. ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും ഒന്നിച്ചുകൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമോൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. യേശു അവൻ്റെ കൂടെ പോയി. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത വേദനകളിലേക്ക് ഒഴുകുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. തകർച്ചകളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ കണ്ണീരിൽ ഞാൻ വിളിക്കുമ്പോൾ ആ കണ്ണീരിൽ അലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 10,000ങ്ങളുടെ മധ്യയിൽ നിന്ന് ആൻ്റണി എന്നു പേരുള്ള ഒരു മകൻ സാക്ഷ്യപ്പെടുത്തിയത് നാം ഒക്കെ കേട്ടതാണ്. ദുബൈയിൽ മാരകമായ ക്യാൻസർ രോഗപീഠ മൂലം അത്യാസന്ന നിലയിൽ നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ബോൺ, ലിവർ, ലങ്സ്, അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ചു നിൽക്കുന്ന ആൻ്റണി വെന്റിലേറ്ററിൽ അവൻ കഴിയുകയാണ് ദുബൈയിലെ ഹോസ്പിറ്റലിൽ. കുടുംബം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പെടുത്തലാണ് ഈ സമയത്ത് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് സുഖപ്പെടുത്തുക. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധാത്മാവ് വീണ്ടും വെളിപ്പെടുത്തി ആൻ്റണി എന്നു പേരുള്ള ഒരു മകൻ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇതാ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ ആൻ്റണി ദൈവത്തിൻ്റെ മഹത്വം പറയുമ്പോൾ ആൻ്റണിയുടെ ശരീരത്തിൽ ക്യാൻസർ രോഗമില്ല. ഇന്ന് തിരുവചനത്തിൽ ജായിറോസ് എന്നൊരു അപ്പനെ നമ്മൾ കാണുക. കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന അപ്പൻ. ജായിറോസ് സിനഗോഗ് അധികാരിയാണ്. ജായിറോസ് യഹൂദ പ്രമാണിയാണ്. ജായിറോസിന് നിയമങ്ങളുണ്ട്, ജായിറോസിന് പ്രമാണങ്ങളുണ്ട്, ജായിറോസ് പാലിക്കേണ്ട ചില ജീവിത കൃത്യങ്ങളുണ്ട്. പക്ഷേ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ യഹൂദനായ ഈ ജായിറോസ് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൾ കുത്തുകയാണ്. മുട്ടുകൾ കുത്തി അവൻ തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി യാചിക്കുകയാണ്. ഇന്നലെ മനസ്സിനെ വല്ലാതെ നോവിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. കുർബാന കഴിഞ്ഞ് ദേവാലയത്തിലിരിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി വന്നു. അവളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. 20 വയസ്സുള്ള അവളുടെ കുട്ടിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വയറ്റുവേദനയായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുക
ക്യാൻസർ രോഗപീഠ. ദൈവമക്കളെ, സുവിശേഷം ചേർത്ത് പിടിച്ച് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ വരുന്ന ഒരു ചിന്ത ഇതാണ്: നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ, നമ്മുടെയൊക്കെ വേദനകളുടെ വേദന പുസ്തകമാണ് വേദപുസ്തകം. വേദന പുസ്തകമാണ് വേദപുസ്തകം. എൻ്റെയും നിങ്ങളുടെയും വേദനകൾ ഈ ബൈബിളിൻ്റെ താളുകളിലുണ്ടെങ്കിൽ അത് വേദന പുസ്തകമല്ല, അത് അത്ഭുത പുസ്തകമാണ്. വേദന പുസ്തകത്തെ അത്ഭുത പുസ്തകമാക്കി തമ്പുരാൻ കർത്താവ് മാറ്റുക. ഇതാ ജൈറോസ് തമ്പുരാന്റെ തിരുമുമ്പിലും മുട്ടുമടക്കുന്നു. ഇതാ ജൈറോസിനോടൊപ്പം ക്രിസ്തു യാത്ര ചെയ്യുകയാണ്. ജൈറോസിനോടൊപ്പം ക്രിസ്തു യാത്ര ചെയ്യുന്നു. ക്രിസ്തുവിനോടൊപ്പം ജൈറോസ് യാത്ര ചെയ്യുന്നു. അതൊരു വിശുദ്ധ യാത്രയായിരിക്കണം. പക്ഷെ തിരുവചനം നാം വായിക്കുന്നു, യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, നിന്റെ മകൾ മരിച്ചു. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്? ദൈവമക്കളെ, ജൈറോസിന്റെ മുമ്പിൽ ഒരു പുതിയ വഴി പിശാച് വെട്ടിയിടുന്ന സമയമായത്. ജൈറോസിന്റെ മുമ്പിൽ ഒരു പുതിയ വഴി ലോകം വെട്ടിയിടുന്ന സമയമായത്. എന്നാൽ ജൈറോസ് നോക്കി കർത്താവിന്റെ മുഖത്തേക്ക്. അസാധ്യതകളുടെ മുമ്പിൽ ഓ ദൈവ പൈതലെ, നീ ദൈവ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ മരിച്ചു എന്നറിയുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നിനക്ക് നോക്കാൻ കഴിയുമോ? ജൈറോസ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക, വിശ്വസിക്കുക, ഭയപ്പെടണ്ട. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ വലിയ വാതിലുകൾ അണയുമ്പോൾ, നിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ, നിന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുമ്പോൾ, നിന്റെ മനസ്സിന്റെ ആനന്ദം നഷ്ടപ്പെടുമ്പോൾ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അനേകം മക്കള് ജീവിതത്തിൽ തളർച്ചയുടെ നിമിഷങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന അനുഭവം എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മകള് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവള് പറഞ്ഞത് ഇതാണ്: അവള് വിവാഹമോചനത്തിന് വക്കിൽ നിൽക്കുകയാണ്, വലിയ തകർച്ചയുടെ വക്കിൽ. ഭർത്താവിനും ജോലിയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും വിദേശത്ത് ജോലി, ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള അവസ്ഥയിൽ സുഖങ്ങളിലും സന്തോഷങ്ങളിലും മുഴുകി നിൽക്കുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് ഒരു തകർച്ച വരിക. ജീവിതം അങ്ങേയറ്റം ദുരന്തപൂർണമായി വിവാഹമോചനത്തിന് വക്കിലെത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ മകൾ മടങ്ങി വീട്ടിലേക്ക് പോന്നു. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവൾ തിരിച്ച് നാട്ടിലെത്തി തമ്പുരാന്റെ വചനത്തിന് ചെവി കൊടുത്തു. അന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ്, അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ മകള് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. വിവാഹമോചനത്തിന് കേസ് കൊടുത്ത് ആ കേസ് വിവാഹമോചനത്തിൽ എത്താൻ നിൽക്കുമ്പോൾ ഈ മകൾ പറയുന്നു, ഇത് ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കാൻ, ദൈവത്തിന്റെ പരിശുദ്ധി ഞാൻ അനുഭവിക്കാൻ, ദൈവത്തിന്റെ കാരുണ്യം ഞാൻ അനുഭവിക്കാൻ എൻ്റെ ദൈവം ഒരുക്കിയതാണ്. ദൈവമക്കളെ, ആരൊക്കെ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നുവോ, ആരുടെ കൂടെ ക്രിസ്തു നടക്കുന്നുവോ, ആ ജീവിതങ്ങളൊക്കെ ജീവന്റെ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങളൊക്കെ പ്രകാശത്തിന്റെ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങളൊക്കെ ഉയർച്ചയുടെ ജീവിതങ്ങളാണ്. ഇതാ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇതാ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് പറയുന്നു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? അവിടം കൊണ്ട് കഥ തീരേണ്ടതാണ്. അവിടം കൊണ്ട് കഥ തീരേണ്ടതാണ്. കഥ തീരേണ്ടിടത്ത് വെച്ച് വിസ്മയങ്ങൾ തുറക്കുന്ന ഒരു കർത്താവ്, തകർന്നു പോകേണ്ട നിമിഷങ്ങളിൽ വലിയ അനുഗ്രഹങ്ങൾ പടുത്തുയർത്തുന്ന ഒരു കർത്താവ്, വലിയൊരു തകർച്ചയുടെ നിമിഷത്തിൽ ഒരു പുതിയ അഭിഷേകം തരുന്ന കർത്താവ്. ഇതാ തിരുവചനം പറയുന്നു, യേശു കുടുംബാംഗങ്ങളെയും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കടക്കുമ്പോൾ ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ കരയുകയും അലമുറയിടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ കണ്ടു. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായത്, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായത് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പറ്റി തിരിച്ചറിവില്ലാത്ത,
ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി തിരിച്ചറിവില്ലാത്ത, ദൈവത്തിൻ്റെ ശക്തിയെ പറ്റി തിരിച്ചറിവില്ലാത്ത ഒരനുഭവം നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ ഉള്ളങ്ങളിൽ തന്നെയുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, ഒരു ജീവിത തകർച്ച വരുമ്പോൾ, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരു അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ, അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവർ പറഞ്ഞു, അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്, വിലപിക്കുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെയെല്ലാം പുറത്താക്കി അവളുടെ മാതാപിതാക്കളെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും മാത്രം കൂടെ കൊണ്ടുപോയി അവളുടെ കൈക്ക് പിടിച്ച്, ബാലികെ എഴുന്നേൽക്കൂ, തലീത്താക്കും എന്നു പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു. തിരുവചനം മുഴുവൻ വായിക്കട്ടെ. തൽക്ഷണം ബാലിക എഴുന്നേറ്റു, അവൾ നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവരൊക്കെ അത്യധികം വിസ്മയിച്ചു. ദൈവമക്കളെ, ഈ സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ വിസ്മയത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. തളർന്നു കിടന്ന പെൺകുട്ടി, മരിച്ചു കിടന്ന പെൺകുട്ടി എഴുന്നേറ്റിരുന്നു എന്നല്ല സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. അവൾ എഴുന്നേറ്റു നടക്കാൻ തുടങ്ങി. അവളുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു 12 വയസ്സ്. ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് ദൈവം അവളെ കൈപിടിച്ചു നടത്തുകയാണ്. എല്ലാം തീർന്നെടുത്ത് ആരംഭിക്കുന്ന ഒരു കർത്താവ്. ഇതാ ദൈവമക്കളെ, ജായിറോസിന്റെ ജീവിതത്തിലേക്ക് പുതിയ അഭിഷേകം വരികയാണ്. മരണ വീടിനെ ഉത്സവ വീടാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവ്, പഴകിപ്പോയ രോഗത്തെ അത്ഭുതത്തിന്റെ ആൾത്താരിയാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവ്. അനേക കുടുംബങ്ങൾ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ മക്കളെ പറ്റിയുള്ള നൊമ്പരങ്ങളുമായിട്ട് ഇരിപ്പുണ്ടാവാം. ദൈവ പൈതല്, നീ ജായിറോസിനെ മറക്കരുത്. മാതാപിതാക്കൾ ജായിറോസിനെ മറക്കരുത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ജായിറോസിനെ മറക്കരുത്. മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇരിപ്പുണ്ടല്ലോ. നീ അറിഞ്ഞൊള്ളുക, നിന്റെ ദൈവം പറയുന്നു, തലീത്താക്കും, ബാലികെ എഴുന്നേൽക്കൂ. നിന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ, നിന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ, നിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ, നിന്റെ കുഞ്ഞിനെ അനുഗ്രഹമാക്കുവാൻ, നിന്റെ കുഞ്ഞിന് വിജയം നൽകുവാൻ, നിന്റെ കുഞ്ഞിന് അനുഗ്രഹം തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ദിവ്യകാരുണ്യനാഥനിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന നിമിഷങ്ങളാണ്. ദൈവകരുണയിലേക്ക് നോക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവ പൈതലേ, വചനമൊക്കെ പ്രവചനമാണ്. വചനമൊക്കെ പ്രവചനമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിലുണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല ജായിറോസ്. ഇന്ന് കേരളത്തിൽ, ഇന്ന് ഭാരതത്തിൽ, ഇന്ന് യൂറോപ്പിൽ, അമേരിക്കയിൽ, ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്ന് നീ ഇപ്പം പ്രാർത്ഥിക്കുന്നുവോ, വചനത്തിലെ ജായിറോസ് അത് നീയാണ്. നീ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നെങ്കിൽ, നീ തമ്പുരാന്റെ മുമ്പിൽ നിന്റെ നിയോഗം സമർപ്പിക്കുന്നെങ്കിൽ, നിന്റെ കുഞ്ഞിന് വേണ്ടി നിനക്ക് പൊഴിയുവാനായിട്ട് ഒരു തുള്ളി കണ്ണീരുണ്ടെങ്കിൽ, ഈ നിമിഷങ്ങളിൽ
നിന്റെ നിലവിളി, നിന്റെ പ്രാർത്ഥന അഭിഷേകമായി, അത്ഭുതമായി, വിസ്മയമായി നിന്റെ ദൈവം മാറ്റുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കും. തമ്പുരാന്റെ കരുണ ഒഴുകുന്ന നിമിഷങ്ങളാ. വേദനിക്കുന്നിടത്തേക്ക് ഒഴുകുന്നവൻ ദൈവം, സഹിക്കുന്നവരെ കാണുന്നവൻ ദൈവം, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവൻ എൻ്റെ ദൈവം. ജായിറോസിന് മകളെ തിരിച്ചു കൊടുത്തവൻ ദൈവം. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കുക. ഈ നിമിഷങ്ങളിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ ഈ സമയത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മമാര്, ജന്മനാ ഉള്ള രോഗപീഠകളുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മമാര്, ഒരു ജീവിതം മുഴുവൻ ഒരു ബലിയാക്കി മാറ്റിയിരിക്കുന്ന അമ്മമാര്, നിന്റെ ദൈവം നിന്നെ കാണുന്ന നിമിഷങ്ങളാ പൈതല്. നിന്റെ കുഞ്ഞിനെ നീ ചേർത്ത് പിടിക്കുമ്പോ അവൻ ഓർക്കുന്നത് തന്റെ പരിശുദ്ധ അമ്മയാ. അന്ന് കുരിശിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച പരിശുദ്ധ അമ്മയെ നിന്നിൽ അവിടുന്ന് കാണുകയാ. നിന്റെ വേദനകളൊക്കെ വിശുദ്ധമായിട്ട് മാറുകയാ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക. അവൻ മരിച്ചു, അവൾ മരിച്ചു എന്ന് പറയുമ്പോഴും കർത്താവിലേക്ക് തിരിയുന്ന ജായിറോസിനെ പോലെ ഡോക്ടർമാര് വിധി എഴുതിയ കുഞ്ഞായിരിക്കാം നിന്റേത്. ലോകത്തൊരിടത്തും കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം നിന്റെ കുഞ്ഞിൻ്റെത്. ഒരു നന്മ പ്രതീക്ഷിക്കേണ്ട അവസ്ഥയായിരിക്കാം നിന്റെ കുഞ്ഞിൻ്റെത്. ഇതാ ദൈവം ഇടപെടും, ഇതാ ദൈവം ഇടപെടും, ഇതാ ദൈവം നിന്റെ കുഞ്ഞിനെ തൊടും. അവൻ നിന്റെ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചു പറയും, തലീത്താക്കും, എഴുന്നേൽക്ക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. ജീവിതാവസ്ഥയിലേക്ക് ഇടപെടുന്ന കർത്താവ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം ഒന്ന് സമർപ്പിച്ച്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് സമർപ്പിച്ച്, പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുമക്കളെല്ലാം ഒന്ന് സമർപ്പിച്ച്, സ്വഭാവ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെല്ലാം പൊന്നുതമ്പുരാന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, കുഞ്ഞുമക്കൾ ഇപ്പൊ പ്രാർത്ഥിച്ചോ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോ. സോളമന് കൊടുത്ത വിജ്ഞാനം നിങ്ങൾക്ക് കിട്ടാൻ പോവുക, ദാവീദിന് കൊടുത്ത അഭിഷേകം കിട്ടാൻ പോവുക, സാമുവേലിന് കൊടുത്ത കൃപ കിട്ടാൻ പോവുക. കുഞ്ഞുമക്കള് പ്രാർത്ഥിച്ച നീ ഒരു ദൈവ കുഞ്ഞായിട്ട് തീരട്ടെ. അവിടുന്ന് മടിയിലിരുത്തി അനുഗ്രഹിക്കുക കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ പഠന ഉപകരണങ്ങളെ, പുസ്തകങ്ങളെ അവിടുന്ന് ഇപ്പോൾ ആശീർവദിക്കുക. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള്, രോഗപീഠകളുള്ള കുഞ്ഞുങ്ങള്, ക്യാൻസർ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങള്, തളർന്നുപോയ കുഞ്ഞുങ്ങള്, മാരക രോഗങ്ങളുള്ള കുഞ്ഞുങ്ങള്, മാനസിക രോഗങ്ങളുള്ള കുഞ്ഞുങ്ങള് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദമ്പതികൾ പ്രാർത്ഥിക്ക. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കും പൈതലെ. നിന്റെ കണ്ണീര് ദൈവം കാണുന്നു, നിന്റെ വേദന ദൈവം കേൾക്കുന്നു. ഈശോയെ, ഈശോയെ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തവന് കണ്ണീരോട് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാ. നിന്റെ ദൈവം എളിയ അവസ്ഥകളെ തിരിച്ചറിയുന്ന ദൈവമാ. ഈശോയെ, ഈശോയെ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, രോഗിയായിരിക്കാം, ദുഃഖത്തിലായിരിക്കാം, പലതരത്തെ പ്രതിസന്ധികളായിരിക്കാം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, രോഗക്കിടക്കയിലായിരിക്കാം, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യപിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെ രോഗപീഠയുള്ള വ്യക്തിയായിരിക്കാം, അല്ലെ നിരാശപ്പെട്ട് കഴിയുന്ന വ്യക്തിയായിരിക്കാം, സ്നേഹമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ഈശോയെ, 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 നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കള്, നിന്റെ സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നിന്റെ സഹോദരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. ഒരു പുതിയ അഭിഷേകം അവിടെ നൽകട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് ഒരു അഭിഷേകം, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു അഭിഷേകം. യേശുവേ, യേശുവേ, യേശുവേ. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവര്, ജോലി സംബന്ധമായ പ്രതിസന്ധികള്, ജോലി നഷ്ടപ്പെട്ടു പോയവര്,
എഴുതുന്ന മക്കള്, പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടവര്, യേശുവേ യേശുവേ യേശുവേ, കുടുംബത്തിന്റെ വേദനകൾ മുഴുവൻ സമർപ്പിച്ചോ, നിന്റെ സങ്കടങ്ങൾ സമർപ്പിച്ചോ, നിന്റെ പ്രിയപ്പെട്ട നമ്പരങ്ങൾ സമർപ്പിച്ചോ. യേശുവേ 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 യേശുവേ. പൊന്നു തമ്പുരാൻ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് പൊന്നു തമ്പുരാൻ കടന്നു വന്നിരിക്കുക. നിന്റെ വേദനകളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ നിരാശകളിലേക്ക് അവനെ ഒന്ന് നോക്ക്, അവനെ ഒന്ന് കാണ്. നിന്റെ കരങ്ങൾ അവൻ്റെ പക്കലേക്കൊന്ന് നീട്ട്, അവനെ നീ ഒന്ന് തൊട്. ഇതാ കർത്താവ് നിന്റെ കൈകളിൽ പിടിക്കുന്ന നിമിഷം, ഇതാ കർത്താവ് നിന്നെ തൊടുന്ന നിമിഷങ്ങൾ. തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച്, ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച്, ദൈവത്തിന്റെ കൃപ അനുഭവിച്ച്, ദൈവത്തിന്റെ കണ്ണീര് നിന്റെ ദേഹത്ത് വീഴുന്നു. തമ്പുരാന്റെ അഭിഷേകം നിന്നിലേക്ക് ഒഴുകുന്നു. അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം, അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുജലം നിന്നെ കഴുകുന്ന നിമിഷങ്ങൾ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി മക്കൾ പ്രാർത്ഥിക്കുക. അവിടുന്ന് അത്ഭുതകരമായിട്ടുള്ള സൗഖ്യങ്ങൾ നൽകുന്ന നിമിഷങ്ങൾ, അവിടുന്ന് അത്ഭുത വിടുതലുകൾ നൽകുന്ന നിമിഷങ്ങൾ. ഓ കർത്താവേ, കർത്താവായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ജായിറോസിന്റെ കൂടെ പോയവനെ, ജായിറോസിന്റെ ഭവനത്തിലെത്തി ജായിറോസിന്റെ മകളുടെ കൈകി പിടിച്ചുയർത്തിയവന്, ഇതാ പരിശുദ്ധ സഭയോട്, ഫ്രാൻസിസ് ബാബായോട്, അഭിവദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, അഭിവദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, ക്യാൻസർ രോഗപീഠകൾ, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, നെർവ് സംബന്ധമായ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ ജന്മനായുള്ള രോഗപീഠകൾ, കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങൾ, തളർന്ന് കിടക്കുന്നവർ, ജന്മനാ രോഗപീഠകളുള്ളവർ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. രോഗപീഠകൾ പോലെ ക്ലേശിക്കുന്ന അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ത്രീ സംബന്ധമായ രോഗങ്ങള്, പുരുഷ സംബന്ധമായ രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, രോഗക്കിടക്കകളില് നാളുകളായിട്ട് കിടക്കുന്ന അവസ്ഥകള്, കാഴ്ച നഷ്ടപ്പെട്ടു പോയവര്, കേൾവി നഷ്ടപ്പെട്ടു പോയവര്, ഓർമ്മ നഷ്ടപ്പെട്ടു പോയവര്, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങള്, അസ്ഥി സംബന്ധമായ രോഗങ്ങള്, ത്വക്ക് രോഗപീഠകള് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള്, സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇതാ നിന്റെ ശരീരത്തില് അത്ഭുത സൗഖ്യം നീ അനുഭവിക്കുക. അനേകരെ കർത്താവ് ഈ സമയത്ത് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് കർത്താവ് ഇപ്പോൾ ഇതാ വിടുതലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേക സ്ത്രീ സംബന്ധ രോഗങ്ങൾ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക മക്കളിൽ നിന്ന് തളർവാദ രോഗങ്ങൾ, ശരീരത്തിലെ തളർച്ചകൾ ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വിട്ടുമാകാത്ത തലവേദന, മൈഗ്രൈൻ അസ്വസ്ഥതകൾ മക്കളെ ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കാഴ്ച സംബന്ധമായ രോഗങ്ങൾ, കണ്ണിന് കാഴ്ച കിട്ടുന്ന ഏതാനും മക്കള് പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.
പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായി ഒരുങ്ങാം. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി നവ്യമീയവത്തി കർമ്മങ്ങൾ വന്നല്ലോ. പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും. പാവനാവീരം ഔവീരം നിസ്തൂലൻ സ്തോത്രമുണ്ടാകണം നിത്യകാലം. കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമായി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.